ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ മധുവിനെ പറയുന്ന സമയത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് വിശ്വനാഥൻ. കൊല്ലവർഷം 2023 ഫെബ്രുവരി മാസം തൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന ഒരു ബൈസ്റ്റാൻഡറായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു വിശ്വനാഥൻ. പരിഷ്കൃത സമൂഹം ആദിവാസികളെന്ന് പട്ടികപ്പെടുത്തി മാറ്റി നിർത്തപ്പെട്ടുള്ള വിഭാഗത്തിൽ നിന്നും വയനാട്ടിൽ നിന്നും അദ്ദേഹം കോഴിക്കോടുള്ള ഈ മെഡിക്കൽ കോളേജിൽ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവത്തിനിടെയാണ്. നീണ്ട 8 വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഈ ഒരു ആദ്യ കുഞ്ഞിൻ്റെ മുഖം കാണുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ബൈസ്റ്റാൻഡറായി അദ്ദേഹം ബൈസ്റ്റാൻഡേഴ്സിന് വെയിറ്റ് ചെയ്യുന്ന ആ ഷെഡിൽ നിൽക്കുന്ന സമയത്ത് ആരുടെ ഒരാളുടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ പണവും കാണാതെയായിരുന്നൊരു എലിഗേഷൻ ഉണ്ടാകുന്നു. പെട്ടെന്ന് ആരൊക്കെയോ ചേർന്ന് ഇദ്ദേഹമാണ് അത് മോഷ്ടിച്ചതെന്ന് പറയുന്നു. ഒരുപാട് നേരത്തെ വിചാരണകൾ, മർദ്ദനങ്ങൾ, തുടർന്നുണ്ടാവുന്ന ഇൻസൾട്ട് അദ്ദേഹത്തെ വല്ലാതെ ബാധിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാവ് വരെ ഒന്ന് കേണപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ഓടിപ്പോവുകയാണ്. പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജഡമാണ്. മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടുപുറകിലുള്ള ഒരു പറമ്പിൽ അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിലാണ്. ഇവിടെ അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കരച്ചിൽ കേൾക്കാനോ ആ മുഖം കാണാനോ അദ്ദേഹം ഈ ലോകത്ത് ബാക്കിയില്ലായിരുന്നു. ഇവിടെ അദ്ദേഹത്തെ കള്ളനാക്കിയത്, മരണത്തിലേക്ക് തള്ളിവിട്ടത്, അത് അദ്ദേഹത്തിൻ്റെ വേഷവും അദ്ദേഹത്തിൻ്റെ ജാതിയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ബോധവുമാണ്. ഇവിടെയാണ് ശരിക്കും മാറ്റം വരേണ്ടത്.